അടുത്തതാണ് ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്, ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്നാണ് ഇതിന് പറയുക. അപ്പം നമുക്ക് എന്താണ്, ബെൻസീനാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. ബെൻസീനെ എന്താക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുക? ബെൻസാൽഡിഹൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. CHO ബെൻസാൽഡിഹൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഇവിടെ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലൂയിസ് ആസിഡ് അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, AlCl3 അല്ലെങ്കിൽ CuCl പോലെയുള്ള ലൂയിസ് ആസിഡുകളുടെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇതാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ്. കാർബൺ മോണോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ആണ് അവിടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്, ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl പോലെയുള്ള ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ട വേറൊരു റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. അതെങ്ങനെയാണ് നടക്കുന്നത്? ബെൻസീനെ നമ്മൾ എന്താക്കിയിട്ടാണ് റിയാക്ട് ചെയ്യണത്? അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക. അതായത് CH3C+OCl അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്. ബെൻസീനെ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പോവും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ എന്താണ്, അൻഹൈഡ്രസ് AlCl3 യുടെ പ്രസൻസിൽ, അതായത് ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോഫൈൽ ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്താ ഫോം ചെയ്യുക? C+OCH3 അസറ്റൈൽ ബെൻസീൻ ഫോം ചെയ്യും അല്ലേ? ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ഓക്കെ, അപ്പം അതുപോലെ ഇനി ഈ അസൈലേഷന് പകരം കുറച്ചുകൂടി ലെസ് കോമൺ ആയിട്ടുള്ള ഫ്രീഡൽ ക്രാഫ്റ്റ് ഫോർമൈലേഷൻ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഫ്രീഡൽ ക്രാഫ്റ്റ് ഫോർമൈലേഷൻ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനിൽ എന്തായിരിക്കും റിയാക്ട് ചെയ്യേണ്ടി വരിക? ബെൻസീനെ ഫോർമൈൽ ക്ലോറൈഡുമായിട്ട് HC+OCl ഫോർമൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ഇങ്ങനെ ബെൻസീൻ ഫോർമൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഫോർമൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ എന്താണ്, ലൂയിസ് ആസിഡ് അൻഹൈഡ്രസ് AlCl3 പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇങ്ങോട്ട് പോവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ഇത് നോക്കൂ, ഈ രീതിയിൽ തന്നെ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? ഈ HCO എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യാണ്, ഫോർമൈലേഷൻ റിയാക്ഷൻ. പക്ഷേ ഇത് ലെസ് കോമൺ ആണ്. ഈ ഫോർമൈൽ ക്ലോറൈഡ് ഇത് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചെയ്യണത്? ഇത് ഇൻ സിറ്റു ആയിട്ട്, അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ സൊല്യൂഷനിൽ തന്നെ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. കാർബൺ മോണോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl എടുക്കുമ്പോൾ അവിടെ ഫോർമൈൽ ക്ലോറൈഡ് ജനറേറ്റ് ചെയ്യും. ഈ രീതിയിൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ഫോർമൈലേഷൻ റിയാക്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനെയാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയാം. അതായത് ബെൻസീൻ എന്താണ്, CO കാർബൺ മോണോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl പോലെയുള്ള ലൂയിസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എന്താണ്, ബെൻസാൽഡിഹൈഡ് ആയിട്ട് ഫോം ചെയ്യുന്ന ഈ റിയാക്ഷനാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. നമ്മൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേ സെയിം രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന ഒരു റിയാക്ഷനാണ്. ഇവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് ഫോർമൈലേഷൻ പറയുമ്പോൾ ഫോർമൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് HClന്റെ പ്രസൻസിലാണ് ഇത് ഇൻസിറ്റു ആയിട്ട് സൊല്യൂഷനിൽ, അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ അപ്പം തന്നെ ആ സൊല്യൂഷനിൽ പ്രിപ്പയർ ചെയ്യുക. അതിനെയാണ് ഇൻ സിറ്റു എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുക.
ഓക്കെ, ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ റിയാക്ഷൻ മീഡിയത്തിൽ തന്നെ നമ്മൾ ഈ ഒരു റിയേജന്റിനെ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബൺ മോണോക്സൈഡ് HCl. അപ്പം അങ്ങനെ ഈ കാർബൺ മോണോക്സൈഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്യിക്കുക, അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ നടക്കുമ്പോൾ ബെൻസാൾഡിഹൈഡ് ഫോം ചെയ്യുന്ന ഈ റിയാക്ഷനാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്.